ഇന്നത്തെ റെസിപ്പി മാഗി നൂഡിൽസ് ആണ്. മാഗി നൂഡിൽസ് എന്ന് പറയുമ്പോൾ കുട്ടികൾ പോലും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു മാഗി നൂഡിൽസ് ഒരു സ്പെഷ്യൽ നൂഡിൽസ് ആണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ 2 പാക്കറ്റ് ചിക്കൻ മാഗി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു നൂഡിൽസിലെ മസാല മാറ്റിയിട്ട് നൂഡിൽസ് മാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു മസാല മാറ്റിയിട്ട് ഈ ഒരു നൂഡിൽസ് മാത്രം ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് നൂഡിൽസ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ നൂഡിൽസ് വേവിക്കാൻ എടുക്കുന്ന അത്ര വെള്ളം വേണ്ട. കാരണം ഈ ഒരു നൂഡിൽസ് നന്നായിട്ട് വെന്ത് വരണ്ട, ഒരു 1/4 ഭാഗം മാത്രം വെന്ത് വന്നാൽ മതി. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് ഒരു 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, ഇതിൽ പ്രശ്നമില്ല. നമുക്ക് ഈ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഈ ഒരു നൂഡിൽസിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു നൂഡിൽസ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു നൂഡിൽസിലെ മസാല ഒന്ന് പൊട്ടിച്ചിട്ട് ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു മസാല ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മസാല ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു മാഗിയുടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സോസ് പാൻ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഇപ്പം ബട്ടർ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മൈദ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാകും, ഞാനൊരു വൈറ്റ് സോസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൈദ ഈ ഒരു ബട്ടറിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൈദയുടെ കളർ ചെറുതായി ഒന്ന് മാറി ഒരു ക്രീം കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ മൈദ നന്നായിട്ടൊന്ന് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഇവിടെ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ ഒഴിച്ചിട്ട് ഈ ഒരു മൈദ ഈ പാലിൽ നന്നായിട്ട് മിക്സായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു മൈദ കട്ട കെട്ടാൻ പാടില്ല, കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പാലും മൈദയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു മാഗി മസാലൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് പാലിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മുളക് കുറച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു വൈറ്റ് സോസ് കുറച്ചൊന്ന് കുറുകി വരും. ഒരുപാട് കുറുകാൻ നിൽക്കരുത്. ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു നൂഡിൽസിൽ കുറച്ച് വെള്ളം ഉണ്ടാകും. ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു നൂഡിൽസ് ഈ ഒരു വൈറ്റ് സോസിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുഴുവൻ നൂഡിൽസും ഞാൻ ഈ ഒരു വൈറ്റ് സോസിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു വൈറ്റ് സോസിൽ നൂഡിൽസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു നൂഡിൽസ് ഒരു നല്ല ക്രീമി ആയിട്ടുള്ളൊരു നൂഡിൽസാണ്. അപ്പോൾ ഞാനിവിടെ നൂഡിൽസും വൈറ്റ് സോസും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒറിഗാനോ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നൂഡിൽസിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. നമ്മളൊരു വൈറ്റ് സോസിൽ ഈ ഒരു നൂഡിൽസ് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒറിഗാനോ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒറിഗാനോ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ ഒറിഗാനോ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ക്രീമി മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഒരു തവണയെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.